ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ധർമ്മം സ്ഥാപിക്കാനായി അദ്ദേഹത്തെ സഹായിക്കാൻ കൈലാസനാഥനായ ഭഗവാൻ ശിവൻ രുദ്ര അവതാരമായി ഹനുമാന്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പുത്രഭാഗ്യമില്ലാതെ ദുഃഖിതരായിരിക്കുന്ന കേസരി മഹാരാജാവും ഭാര്യ അഞ്ജനാദേവിക്കും പുത്രപ്രാപ്തിക്കായി മഹാദേവനെ ധ്യാനിച്ച് കഠിനമായ തപസ്സു ചെയ്യുകയായിരുന്നു. അവരുടെ അളവറ്റ ഭക്തിയിലും അർപ്പണബോധത്തിലും സംപ്രീതനായ ഭഗവാൻ ശിവൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മാതാ അഞ്ജന വിനയത്തോടെയും ഭക്തിയോടെയും കൈകൂപ്പി, "അല്ലയോ മഹേശ്വര, ഞങ്ങൾക്ക് അങ്ങൊരു പുത്രനെ തരണമേ" എന്ന് പ്രാർത്ഥിച്ചു. മാതാ അഞ്ജനയുടെ ഈ ഭക്തി നിർഭരമായ പ്രാർത്ഥന കേട്ട് ഭഗവാൻ ശിവൻ അതീവ സന്തുഷ്ടനായി. ശിവഭഗവാൻ തന്റെ രുദ്രശക്തിയുടെ ഒരു ദിവ്യാംശം വായുദേവന് കൈമാറി. വായുദേവൻ ആ ദിവ്യശക്തിയെ അഞ്ജനാദേവിയുടെ അടുത്തേക്ക് എത്തിച്ചു. പിന്നീട് ഈ ദിവ്യാംശം അഞ്ജനാദേവിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ അന്ധകാരത്തെ നശിപ്പിച്ച് ലോകത്തിന് വെളിച്ചം നൽകിക്കൊണ്ട് മഹാബലി ഹനുമാൻ സ്വാമി ഈ ഭൂമിയിൽ അവതരിക്കുകയും ചെയ്തു. ശ്രീരാമ ഭഗവാന്റെ നിത്യദാസനും ഭക്തരുടെ ആശ്രയവുമായ ഹനുമാൻ സ്വാമി ലോകത്തിന് അനുഗ്രഹമായി പിറവിയെടുത്തു. അദ്ദേഹത്തിന്റെ ജനനം കേവലം ഒരു സംഭവമായിരുന്നില്ല, മറിച്ച് ധർമ്മം സ്ഥാപിക്കാനായുള്ള ഈശ്വര നിശ്ചയത്തിന്റെ ഒരു ദിവ്യ ലീലയായിരുന്നു. ജയ് ബജ്രംഗ് ബലി.